ഇതാണ് തേങ്ങക്കറി റെസിപ്പി വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഒരു സ്പെഷ്യൽ മത്തങ്ങക്കറിയാണ്. മത്തങ്ങക്കറി നമ്മൾ മുമ്പും ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മത്തങ്ങക്കറിയാണിത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മത്തങ്ങ ഒന്ന് പ്രഷർ കുക്ക് ചെയ്ത് ഇട്ടു. ഇത് പ്രഷർ കുക്ക് ചെയ്ത് നിർബന്ധമില്ല. മത്തങ്ങ നേരെ ചട്ടിയിലിട്ടിട്ടും ഇതുണ്ടാക്കാം. നേരെ ചട്ടിയിലിട്ടിട്ട് ഈ മത്തങ്ങ വെന്ത് വരാനുള്ള സമയം ലാഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മത്തങ്ങ പ്രഷർ കുക്ക് ചെയ്തിടാം. മത്തങ്ങ ഒന്ന് വെന്തുണ്ട്. ഈ സാധനം ഞാൻ കുറച്ച് മത്തങ്ങ ഈ കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് ചതക്കുകയാണ്. നിർബന്ധമില്ല, ഒന്ന് പൊട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പൊട്ടിക്കുകയാണെങ്കിൽ കുറച്ച് മത്തങ്ങ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ കറിക്ക് കൊഴുപ്പും അതുപോലെ ടേസ്റ്റും കൂടും. അപ്പോൾ അതുപോലെ മത്തങ്ങ ഇട്ടതിന് ശേഷം ഒരു 4-5 പച്ചമുളക്, ഒരേതല വേപ്പില, അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഏകദേശം ഒരു 1/4 സ്പൂണോളം ഉപ്പ് ഇടുന്നു. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഞാൻ ഈ മത്തങ്ങ പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനമൊന്നും ചേർത്തിട്ടില്ല. വെറുതെ അത് കുറച്ച് വെള്ളമൊഴിച്ച് മത്തങ്ങ വേവിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് അതിലേക്കൊരു കുറച്ച് പച്ചമുളകും വേപ്പിലയും ഇതിലേക്ക് ഇടണം. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് 2-3 സാധനങ്ങൾ കൂടി ഇടാൻ. ഒന്ന് തിളച്ചിട്ട് ഞാനൊന്ന് അടച്ചു. ഇന്ന് തിളച്ചു വന്നു. തിളയിലേക്ക് വന്നു തുടങ്ങി. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടു. ഇത് ചതച്ചിട്ട് വിടാം. ചതച്ചിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാനത് അരിഞ്ഞു എന്ന് മാത്രമേ. ചതച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒപ്പം ഒരു 1-2 ചെറിയ ഉള്ളി കൂടി ചതച്ചിടുന്നത് നന്നായിരിക്കും. വീണ്ടും അടച്ചു വെച്ച് ഒന്ന് തിളക്കി. അപ്പോൾ അതൊന്ന് തിളച്ച് വെന്ത് വന്നു. എല്ലാം മണമൊക്കെ വന്നു തുടങ്ങി. ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ. ഞാനിതിലേക്ക് തേങ്ങ ഇടുന്നതിനോടൊപ്പം തേങ്ങയിൽ 1 സ്പൂൺ ജീരകം, ഒരു 2-3 ചെറിയ ഉള്ളി, 1/2 സ്പൂണോളം, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം ഈ മിക്സിയിലേക്ക്, തേങ്ങ അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി അതിനകത്തേക്ക് ഒഴിക്കുക.
ഇളക്കിയ ശേഷമേ ഒഴിക്കാവൂ, അതിന് മുമ്പ് ഒഴിക്കരുത് കേട്ടോ. ആ തേങ്ങ ഒന്ന് അതിനകത്തേക്ക് ആ ഒരു ടേസ്റ്റ് അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിലേക്ക് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. നന്നായി ഇളക്കുക. ഉപ്പ് നോക്കാം. അല്പം കൂടി ഉപ്പ് വേണം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒപ്പം അല്പം വെള്ളം കൂടി ചേർക്കും. ഞാൻ മിക്സിയുടെ അടപ്പിനകത്തുള്ള തേങ്ങ അരച്ചതിൻ്റെ ഒരു ഇത് ഇരിക്കുന്ന രീതിയിലാണ് ആ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഇളക്കുക. ഇനി ഇതിനകത്തേക്ക് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന ശേഷം ഇതിനകത്തേക്ക് ഒരു വറവ് ചേർക്കാനുണ്ട്. വറുത്ത് ചേർക്കുന്നത് സാധാരണ രീതിയിലല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വറുത്തിടൽ രീതിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതെന്താണെന്നുള്ളത് അപ്പോൾ കാണാം. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. വല്ലാണ്ട് തിളയ്ക്കണമെന്നല്ല, തിളവന്നാൽ മതി കേട്ടോ. ഇത് ഒരു തിളച്ചു, തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങളാണ്. ഇനി വറവ് തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു ചട്ടി അടുപ്പത്തിച്ചു, അതിലേക്ക് ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഏകദേശം 1 സ്പൂൺ തന്നെ അരി. നമ്മുടെ ഭാഗങ്ങളിലൊന്നും ഈ അരി അങ്ങനെ വറുത്തിട്ട് കണ്ടിട്ടില്ല. ഇത് കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള ഒരു ശൈലിയാണ് കേട്ടോ. കുറച്ച് അരി ഇടുക, അതൊന്ന് വറുത്ത് അല്ലെങ്കിൽ അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് ചെറിയത് ഇതിനകത്തേക്ക് ഇട്ടു. അധികമൊന്നും വേണ്ട, ഒരു 2-3 സ്പൂണ് മതി തേങ്ങ ഒന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് അരി വരണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒപ്പം ഒരു 3 വറ്റൽമുളക് നെടുകെ കീഴിലിടുക. ഒരു ഏതുള്ള വേപ്പില കൂടി ഇതിനകത്തേക്ക് ചേർക്കും. തേങ്ങ ഒരു ബ്രൗൺ കളറിലേക്ക് വരും. അതിനോടൊപ്പം ഈ വേപ്പിലയും മുളകും അരിയും അതുപോലെ കടുകും മൂത്ത് കഴിഞ്ഞുള്ളൊരു മണം വരും. ആ മണം വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഈ വറവ് നേരെ ഈ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും.
ഏകദേശം അവിയലിനൊക്കെ തേങ്ങ വറുത്ത പോലെ ആയിരിക്കും ഇതിൻ്റെ എരിശ്ശേരിക്കൊക്കെ തേങ്ങ വറുത്ത പോലെ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ ഈ തേങ്ങ വെക്കുന്ന കാണുന്ന സമയത്ത്. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതൊന്ന് നന്നായി ഇളക്കുക. അത് ഇക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് അടച്ചു. ഇത്ര വേണം മത്തങ്ങ.